2025 മോഡൽ. 25 അല്ലേ? ഓക്കെ, അപ്പൊ 28 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമായിരിക്കും അല്ലേ? അതെ. ഓക്കെ, ഇവരുടെ വാറണ്ടിന്റെ ആവശ്യമില്ല. പോകാൻ പറ. 2023 മോഡൽ RXZ 1 ലിറ്റർ ടെർബോ എഞ്ചിൻ വരുന്ന വാഹനം. 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ. ഓക്കെ, 23 സിംഗിൾ ഓണർഷിപ്പ് വാഹനം തന്നെയാണ്. ഗിയർ ബോക്സ് ഇപ്പൊ കണ്ടല്ല സിംഗിൾ ഓണർഷിപ്പ് തന്നെയല്ലേ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നമ്മൾ കണ്ണൂർ കാർ ആൻഡ് ബൈക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഫതിലെ സ്വാഗതം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണാശംസ അല്ലേ? ഓക്കെ, കാർ ആൻഡ് ബൈക്കിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ തോട്ടട SM കോളേജിന്റെ അടുത്താണ്. അപ്പോൾ ഓണം സ്പെഷ്യൽ എന്ന് പറഞ്ഞു, എന്താണ് ആ സ്പെഷ്യാലിറ്റി? ആ സ്പെഷ്യൽ വരുന്നത് നമ്മുടെ എല്ലാ വണ്ടിയുടെ റേറ്റുകൾ കുറച്ചിട്ടുള്ള കൊടുക്കല. നമ്മള് നല്ല ഡിസ്കൗണ്ട് പ്രൈസിലാണ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ വണ്ടികൾ ഏതൊക്കെയാണ്? ഉണ്ട്, വെന്യൂ ഉണ്ട്, അമേസ് ഉണ്ട്, സെലറി ഉണ്ട്, അൾട്രോസ് ഉണ്ട്, ടിയാഗോ ഉണ്ട്, എല്ലാം ഉണ്ട്. പഞ്ച് ഉണ്ട്, i10 ഉണ്ട്, 800 ഉണ്ട്, i20 ഉണ്ട്, ന്യൂ സെലറി ഉണ്ട്. ഇങ്ങനത്തെ വാഹനങ്ങളെല്ലാം വരുന്നുണ്ട്. ചെറിയ സെഗ്മെന്റ് വണ്ടികൾ തന്നെയാണ് അല്ലേ എല്ലാം? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഇങ്ങനത്തെ വണ്ടികൾ ആഗ്രഹിക്കുന്നവർ നോക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം, അല്ലാത്തവർ കാണും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ കണ്ടു കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. നമുക്ക് കമൻസിൽ ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പേടി വേണ്ട, കാരണം എന്താണോ കറക്റ്റ് ഇവർ സർട്ടിഫൈ ചെയ്തിട്ടാണ് തരുന്നത്. എന്താണോ വണ്ടിയുടെ നിലവിലെ അവസ്ഥ കറക്റ്റ് ഇവർ സർട്ടിഫൈ ചെയ്തിട്ടാണ് തരുക നിങ്ങൾക്ക്. പിന്നെ 2 വർഷം വാറണ്ടി RSA ഒക്കെ ലഭിക്കുന്ന വാഹനങ്ങളായിരിക്കും അല്ലേ അധികം ഉണ്ടാവുക. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. നമുക്ക് ഓരോ വണ്ടിയുടെ ഡീറ്റെയിലേക്ക് കിടക്കാം. ആദ്യ വാഹനം ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ഹ്യുണ്ടൈ വെന്യൂ KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇത് പെട്രോൾ ഡീസലോ? പെട്രോൾ ആണല്ലേ. ഏതാ മോഡല്? 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, കിലോമീറ്റർ 53,000 കിലോമീറ്റർ ലാസ്റ്റ് സർവീസ് ഇപ്പൊ ചെയ്ത് സർവീസ് 50 സർവീസ് ചെയ്ത് 4 ടയർ പുതിയത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പുതിയ ഇൻഷുറൻസ്. ഇനി 60 സർവീസ് ചെയ്താൽ 7,000 കിലോമീറ്റർ ഓടാൻ പറ്റും. പിന്നെ ടയേഴ്സ് ആണെങ്കിൽ പുതിയതാണ്. പിന്നെ ഒരു 10-40,000 കിലോമീറ്റർ ഇൻഷുറൻസ് പുതിയാണ്. ഓക്കെ, പുതിയ ഇൻഷുറൻസും ഉണ്ട്. ബാക്കി നിങ്ങൾ ഫുൾ ഇൻസ്പെക്ട് ചെയ്തെടുത്താൽ അതിന്റെ ഫുൾ റിപ്പോർട്ട് ഇവരുടെ അടുത്തുണ്ടാവും. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാം. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടിയുടെ അവസ്ഥ എന്താ? നിങ്ങളുടെ വാറണ്ടി കമ്പനി വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. കമ്പനി വാറണ്ടി ആണ്. ഓക്കെ, അപ്പോൾ ഹ്യുണ്ടൈയുടെ ഒറിജിനൽ വാറണ്ടി ഉണ്ട് 2027 വരെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഒരു ക്ലെയിമും ഇല്ല. പെട്രോൾ വെന്യൂ ആണ്. മാനുവൽ. ഓക്കെ, ഏതാ ഓപ്ഷൻ? S+ ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. ഏകദേശം വേണ്ട ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഒരു 11-15 അതിന്റെ ഇടയിൽ മൈലേജും പ്രതീക്ഷിക്കാം. പ്രൈസ് എങ്ങനെയാണ് ഇപ്പോൾ? പ്രൈസ് വരുന്നത് 749 കൊടുക്കാം നമുക്ക്. ഓക്കെ, 7,49,000 പ്രൈസ് ലാസ്റ്റ് അല്ലല്ലോ, എന്തായാലും കുറച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 7,49,000 2022 2027 വരെ കമ്പനി വാറണ്ടിയുള്ള 53,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വെന്യൂ S+ പെട്രോൾ മാനുവൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പുതിയ 4 ടയേഴ്സ്, ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. സർവീസും കഴിഞ്ഞേക്കാണ്. ഇനി 60 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെന്ന് നോക്കിയോ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒരു 6 വരെയൊക്കെ ലോൺ കയറൂലേ? ലോൺ അല്ലേ? ഓക്കെ, അടുത്ത റിനോ കൈഗർ ആണ്. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ഇതേതാ മോഡല്? 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം 23. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഓപ്ഷൻ വരുന്ന RXZ ടർബോ മാനുവൽ. ഓക്കെ, മാനുവലിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് വരിക. അത്യാവശ്യം പവറും ഉണ്ടാവും. പിന്നെ ഫീച്ചറിസ്റ്റിക് ആണ് വണ്ടി. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ടയേഴ്സ് എല്ലാം പുതിയ 4 ടയർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പുതിയ ടയേഴ്സ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. സീറോ ക്ലെയിം വണ്ടിയാണ്. ഓക്കെ, 2023. ഓക്കെ, 23 മോഡൽ. വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി ഓക്കെ, എല്ലാം കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ് പോയേക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഫുൾ ഓപ്ഷൻ ടർബോ പെട്രോൾ മാനുവൽ RXZ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എനിക്കൊന്ന് ഇറങ്ങുന്ന സമയത്ത് എത്രയാ? 11-11.5 റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ 12.5 റേഞ്ച് വരും. ഓക്കെ, എത്രയായി ഇപ്പൊ ഇതിന്റെ ചോദ്യം? ഇത് നമുക്ക് ഒരു 5,65 കൊടുക്കാം. 5,65,000. ഓക്കെ, എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 2023 മോഡൽ RXZ 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന വാഹനം 5,65 ഫുൾ ഓൺ കയറൂലേ? ഫുൾ ഓൺ കൊടുക്കാം. ഓക്കെ, 2 കോമ്പാക്ട് SUV നമ്മൾ കണ്ടു. അടുത്തത് ഹാച്ച് ബാക്ക് ആണ്. ടാറ്റ ടിയാഗോ. ഏതാ മോഡൽ? 2021 മോഡലാണ് വരുന്നത്. XZ+ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. XZ+ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആണ്. 21 മോഡല്
ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. കിലോമീറ്റർ എത്രയായി? 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 52,000 ഫുൾ സർവീസ് ഉണ്ട്. ഫുൾ സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, ഒരു ക്ലെയിം ഇല്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നും സീറോ ക്ലെയിം അല്ല? സീറോ ക്ലെയിം വണ്ടി. ഓക്കെ, അപ്പോൾ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഓട്ടോമാറ്റിക് ടിയാഗോ ആണ്. അത്യാവശ്യം നല്ല എന്താ പറയാ, ഓടിക്കാൻ സുഖം ഉണ്ടാവും, പിന്നെ അത്യാവശ്യം നല്ല ബോഡി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ വേറെ ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഇല്ല ഇല്ല. ഓക്കെ, ടയേഴ്സും കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഇതിപ്പോ കമ്പനി വാറണ്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇവരുടെ വാറണ്ടി 2 ഇയർ വാറണ്ടി. RS എന്ന് വെച്ചാൽ എല്ലാ വണ്ടിയും കിട്ടും കേട്ടോ. അതിനങ്ങനെ മോഡലോ കാര്യമൊന്നുമില്ല. ഏത് ചെറിയ വണ്ടി എടുത്താലും RS ഇവിടുന്ന് 800 കൊണ്ടുപോയാലും RS കിട്ടും. ഓക്കെ, അപ്പോ പ്രൈസ് എങ്ങനെയുണ്ട്? പ്രൈസ് വരുന്നത് നമുക്ക് ഇത് 5,25,000 കൊടുക്കാം. 5,25,000 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ടിയാഗോ 2021 മോഡലാണെങ്കിൽ ഫുൾ ഓൺ തന്നെ കൊടുക്കുക. സിംഗിൾ ഓണർഷിപ്പ്. എത്ര IDV ഉണ്ട്? 520 IDV ഉണ്ട്. 520 IDV ഉണ്ട് അല്ലേ? ഏകദേശം ഫുൾ ഓൺ കിട്ടാൻ ചാൻസ് ഉള്ള വാഹനമാണ്. അപ്പോൾ താല്പര്യം എന്തായാലും നോക്കിക്കോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ടാറ്റ അൾട്രോസ് ആണ്. ടിയാഗോന്റെ മേലെ വരുന്ന ഒരു പ്രീമിയം ഹാഷ് ബാക്ക് കാറ്റഗറിയാണ് ടാറ്റ അൾട്രോസ്. അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടി. ഏതാ മോഡല്? 2023 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ. ഓക്കെ, 23 സിംഗിൾ ഓണർഷിപ്പ് വാഹനം തന്നെയാണ്. ഗിയർ ബോക്സ് കണ്ടല്ല സിംഗിൾ ഓണർഷിപ്പ് തന്നെയല്ലേ? DCI ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഏറ്റവും ടോപ്പിൽ XZ പ്ലസ് ഫുൾ ഓപ്ഷൻ DCI ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. പിന്നെ ഓട്ടം ഓടിക്കാൻ 35,000 കിലോമീറ്റർ. ഓക്കെ, 35,000 മാത്രം. 23 മോഡൽ അല്ലേ? ഓക്കെ, നോർമൽ ഓട്ടം തന്നെ. വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ ക്ലെയിമോ ഉണ്ടോ? ഡിക്കി ഗ്ലാസ് മാത്രമുണ്ട്. ഗ്ലാസ് മാത്രമേ മാറിയത്? കമ്പനി ഹിസ്റ്ററിയില്ല. ഓക്കെ, ഗ്ലാസ് മാത്രമേ മാറിയുള്ളൂ, ഡോറൊന്നും മാറിയിട്ടില്ല. ഓക്കെ, പ്രൈസ് എങ്ങനെയുണ്ട്? പ്രൈസ് നമുക്ക് ഇത് 6,95,000 കൊടുക്കാം. 6,95,000 രൂപയ്ക്ക് 2023 മോഡൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് DCI ഗിയർ ബോക്സ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് 33,000 കിലോമീറ്റർ ഓടിയ അൾട്രോസ് നിങ്ങൾക്ക് കൊണ്ടോ. 23 മോഡൽ. ഇതിന്റെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇവരുടെ 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. RSയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നോക്കിക്കോ. ലോൺ എത്ര കയറാൻ? മാക്സിമം ലോൺ തന്നെ കൊടുക്കാം. ഒരു 6-6.5 ഹലോ, അടുത്തത് മാരുതി സുസുക്കി സെലേറിയോ ആണ്. എന്താ പറയാ, ഒരു നല്ലൊരു കാർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. സെലേറിയോ വാഗണറൊക്കെ 1 ലിറ്റർ പലരും എന്നോട് ചോദിക്കാണ്ട് ഏതാ എടുക്കാൻ പറ്റുന്നത്. ഇത് എല്ലാം കോമണാ. ഇതായാലും കേട്ടനായാലും സെലേറിയോ. ഓക്കെ, പിന്നെ ക്വിഡ് ഉണ്ട്, അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട് ഈ കാറ്റഗറിയിൽ. പക്ഷെ അതിൽ ഏറ്റവും മൂവിംഗ് ഉള്ളൊരു വണ്ടി ഇത് തന്നെയാണ്. ഏതാ മോഡൽ? 2020 മോഡൽ. വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാവ്, അതായത് 6 വർഷം കൊണ്ട് പാതി കിലോമീറ്റർ. വെറും 30,000 ഓടിയ 2020 മോഡൽ സെലേറിയോ വൈറ്റ് കളർ. ഏതാ ഓപ്ഷൻ വരുന്നത്? VXI പ്ലസ്. ഓക്കെ, ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. VXI പ്ലസിലുണ്ട് അല്ലേ? അപ്പൊ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോപ്പിലേക്ക് പോകുമ്പോൾ ബാക്കിൽ റിയർ വൈപ്പറും അത് രണ്ടും ഉണ്ടാവില്ല ഇതിന്റെ അകത്ത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ വരുന്നുണ്ട്. 20 മോഡൽ വെറും 30,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. അതെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. കമ്പനി വാറണ്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വാറണ്ടി ഉണ്ടാവും. നിങ്ങളുടെ 2 ഇയർ വാറണ്ടി RSA എല്ലാം കിട്ടും അല്ലേ? പിന്നെ ഇതിന് പൊതുവെ മൈലേജ് ഉണ്ടാവുക 14-17 റേഞ്ച്. 1 ലിറ്റർ റേഞ്ചിലാണ്. 17-18 വരെയൊക്കെ എന്തായാലും ചാൻസ് ഉണ്ട്. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് 4,75,000 കൊടുക്കാം. 4,75,000. ഇത് ഫൈനൽ റേറ്റ് അല്ലല്ലോ? നോക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം. മാറ്റണ്ടാവുമല്ലോ അല്ലേ? 4,75,000 നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. 2020 വെറും 30,000 കിലോമീറ്റർ ഓടിയ അലോയ്സ് അടക്കം വരുന്ന VXI പ്ലസ് ഓപ്ഷൻ വരുന്ന സെലേറിയോ. ഓക്കെ, പെട്രോൾ മാനുവൽ ആണ്. താല്പര്യം നോക്കിയോ. മാക്സിമം ലോൺ കയറും. അതെ, മാക്സിമം ലോൺ കൊടുക്കാം. അടുത്തത് ഹ്യുണ്ടായി എക്സ്ട്രാ ആണ്. ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനമാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള മോഡൽ. അതെ, കളറും അത്യാവശ്യം മൂവിംഗ് ഉള്ള കളറിന്റെ ഓരോ വണ്ടി വരുമ്പോൾ ഓരോ ഹൈലൈറ്റ് കളർ ഉണ്ടാവും. അങ്ങനത്തെ ഹൈലൈറ്റഡ് കളറാണിത്. ഏതാ മോഡല്? 2025 മോഡൽ. 25 അല്ലേ? ഓക്കെ, അപ്പൊ 28 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമായിരിക്കും അല്ലേ? അതെ. ഓക്കെ, ഇവരുടെ വാറണ്ടിന്റെ ആവശ്യമില്ല. പോകാൻ പറ. ഏതാ മോഡല്? സോറി, എത്ര ഓട്ടം പോയി? ഓട്ടം പോയത് 25,000 കിലോമീറ്റർ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ വരുന്നത് SX കണക്ട് വരുന്നത് ഫുൾ ഓപ്ഷൻ അല്ല? ഫുൾ ഓപ്ഷൻ. ടോപ്പ് സൺറൂഫ് കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും വരുന്ന വരുന്നുണ്ട്. എയർ ബാഗ്സ് മാൻഡേറ്ററി ആണ്. അത് പിന്നെ എല്ലാ മോഡലിലും ഉണ്ടാവും. ഏത് ബേസ് മോഡൽ എടുത്താലും ഏത് ബ്രാൻഡ് എടുത്താലും എയർ ബാഗ് കാരണം മാൻഡേറ്ററി ആയി. ഇപ്പൊ ഫീച്ചർ അല്ല. പണ്ടത്തെ വണ്ടിയിലാണ് പറയരുത്. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഇല്ല. ഓക്കെ, എന്തായാലും കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. 28 വരെ വാറണ്ടിയിൽ. 25,000 കിലോമീറ്റർ. 25 മോഡൽ. ഫുൾ ഓപ്ഷൻ മാനുവൽ. ഓക്കെ, മൈലേജ് ഒരു 12-15 റേഞ്ച് ഉണ്ടാവും. എത്രയാ പ്രൈസ്? എങ്ങനെയാ പ്രൈസ്? നമുക്ക് 8,25,000 കൊടുക്കാം. മാറ്റം ഉണ്ടാവുമല്ലോ? മാറ്റി നോക്കി ചെയ്ത് കൊടുക്കാം. ഓക്കെ, 8,25,000 ചോദ്യമാണ്. ലോൺ ഒരു 8 അടുപ്പിച്ച് നോക്കാം. മാക്സിമം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം, ചെയ്യാൻ പറ്റും അല്ലേ? അടുത്ത മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. ഏറ്റവും ന്യൂ ഷേപ്പ് വണ്ടി. 3 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വാഹനം. മൈലേജ് ഉണ്ടാവും.
20-ന് എന്തായാലും കിട്ടാൻ ചാൻസ് അല്ലേ? ഏകദേശം 20 മേലെ തന്നെ കിട്ടും. 20 എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ. ഏതാ മോഡല്? മോഡൽ വരുന്നത് 2024-25 രജിസ്ട്രേഷൻ ആയിരുന്നു. 24 മോഡൽ 25 രജിസ്ട്രേഷൻ. വാറണ്ടി 28 വരെ ഉണ്ടാവും അല്ലേ? 30 വരെ വാറണ്ടി ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 2030 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ ZXi ZXi plus. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് ഫുൾ ഓപ്ഷൻ ഡ്യുവൽ ടോൺ. ഓക്കെ. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടിയ ഐറ്റമാണ്, ഏറ്റവും കൂടിയ വിലയുടെ ഐറ്റമാണ് ഉള്ളതിൽ. 24 മോഡലും 25 രജിസ്ട്രേഷനും വാറണ്ടിയിലാണ്. 2030 വരെ ഉണ്ട്. ഓട്ടം 25,000 കിലോമീറ്റർ. 25,000. ക്ലെയിമർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് ഇത് 7,85 കൊടുക്കാം. 7,85,000 പുതിയ വണ്ടിക്ക്. പിന്നെ സ്വിഫ്റ്റിന്റെ മാർക്കറ്റ് അങ്ങനെ തന്നെയാണ്. യൂസ്ഡിൽ നിങ്ങൾ എവിടെ പോയാൽ സ്വിഫ്റ്റ് എന്നല്ല, മാരുതി വണ്ടിക്ക് പൊതുവെ അങ്ങനത്തെ ഒരു മാർക്കറ്റ്. 2018 വണ്ടിക്കാണ് ഇപ്പോൾ 6 രൂപ ചോദിക്കുന്നത്. അതെ, ചോദിക്കുന്നുണ്ട്. അതിന്റെ മാർക്കറ്റ് അങ്ങനെയാണ്. അത് നിങ്ങൾ അന്വേഷിച്ച് ചോദിക്കോ. അപ്പോൾ പുതിയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നിങ്ങളെ താല്പര്യം വെച്ചാൽ അതുപോലെ എടുക്കാം. 7,85 ഫൈനലാണോ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റണ്ടോ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ലോണും ഒരു 7,4 വരെയൊക്കെ കയറും. ഓ, സുഖമായിട്ട്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടോ നോക്കുക. വാറണ്ടിയിലേക്ക് എത്തുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത നമ്മൾ കോമ്പാക്ട് സെഡാനിലേക്ക് എത്തി. ഹോണ്ട അമേസ് ആണ്. അമേസിന്റെ ന്യൂ ജനറേഷന്റെ തൊട്ട് മുന്നേയുള്ള ഷേപ്പാണ്. ഏതാ മോഡൽ? മോഡൽ 2022 മോഡൽ. 22 ഓപ്ഷൻ ഏതാ? ഫുൾ ഓപ്ഷൻ വരുന്നത് VX പെട്രോൾ CVT ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഓട്ടോമാറ്റിക് VX 2022 മോഡൽ. ഓക്കെ. വാറണ്ടി എല്ലാം കഴിഞ്ഞു. നമ്മളെ വാറണ്ടി. ഓക്കെ. കാറും ബൈക്കിന്റെ 2 ഇയർ വാറണ്ടി RSA എല്ലാം കിട്ടുന്ന വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. നല്ല അടിപൊളി സ്മൂത്ത് ഡ്രൈവ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒഴുകി പോകാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ലോണം പോവുകയും ചെയ്യും. ഓക്കെ. പിന്നെ ഓടിക്കാൻ നല്ല സുഖമാണ്. വേറെ ക്ലെയിമും കാര്യമൊന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് ഇത് 7,49 കൊടുക്കാം. 7,49. മാറ്റം ഉണ്ടാവും. മാറ്റം ചെയ്ത് കൊടുക്കാം. 7,49,000 VX ഓട്ടോമാറ്റിക് 2021 ഫുൾ ഓപ്ഷൻ അമേസ് ആണ്. ഓക്കെ. അപ്പോൾ താല്പര്യം നോക്കിക്കോ. മാറ്റം ചെയ്ത് തരും. ലോണും 7 ലക്ഷം വരെ കയറും. ചെറിയ എമൗണ്ട് ആണ് ഇറക്കാൻ പറ്റും. അതെ അതെ, ശരിയാണ്. ഓക്കെ. അടുത്തത് ടാറ്റയുടെ വേറൊരു മോഡലിലേക്ക് എത്തി. ടാറ്റ പഞ്ച് ആണ്. കോമ്പാക്ട് SUV സെഗ്മെന്റ്. ഏതാ മോഡൽ? 2023 മോഡൽ. 23 കമ്പനി വാറണ്ടി കഴിഞ്ഞോ? കമ്പനി വാറണ്ടി കഴിഞ്ഞു. ഓക്കെ. ഇവരുടെ വാറണ്ടി 2 ഇയർ വാറണ്ടി RSA ഉണ്ടാവും. അതെ. കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഓടിയ. ഏതാ ഓപ്ഷൻ? അഡ്വഞ്ചർ വരുന്നത്. അഡ്വഞ്ചർ മിഡിൽ ഓപ്ഷൻ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ വാഹനം. ഒരു 12-15 റേഞ്ച് മൈലേജ് ഏകദേശം പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ. ഫുൾ കമ്പനി സർവീസാ? കമ്പനി സർവീസ് ഫുൾ കമ്പനി സർവീസ് ഉപയോഗിക്കുന്ന വാഹനമാണ്. എത്രയാ പ്രൈസ്? എങ്ങനെ? പ്രൈസ് നമുക്ക് ഇത് 5,90 കൊടുക്കാം. 5,95 കൊടുക്കാം. 5,95,000 2023 അഡ്വഞ്ചർ 42,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ഓടിയ വാഹനമാണ്. പെട്രോൾ മാനുവൽ പഞ്ചാണ്. അപ്പോൾ ഒരു കോമ്പാക്ട് SUV വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാം. പിന്നെ വില മാറ്റം ഉണ്ടാവും. ലോണും നേരത്തെ ഒരു ഓട്ടോമാറ്റിക് ടിയാഗോ കണ്ടു. അടുത്തൊരു മാനുവൽ ആണ്. ഇതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2022 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 43,000 കിലോമീറ്റർ ഓടിയിരുന്നു. വലിയ ഓട്ടം പോയിട്ടില്ല. നോർമൽ ഓട്ടമാണ്. ക്ലെയിമും കാര്യം ഒന്നുമില്ല. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ തന്നെയാ? സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഇത് മാത്രമേ ഇപ്പൊ സെക്കൻഡ് ബാക്കിയെല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. ഓക്കെ. അപ്പോൾ 22 മോഡൽ ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ വാഹനം. 14-17 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും. പ്രൈസ് എങ്ങനെയാണ്? 5,20 കൊടുക്കാം. 5,20 മാറ്റം ഉണ്ടാവോ? നോക്കി ചെയ്ത് കൊടുക്കാം. ഓക്കെ. മാറ്റം ചെയ്ത് തരും. 22 മോഡൽ ടിയാഗോ ആണ് ഫുൾ ഓപ്ഷൻ. ഓക്കെ. 4,3 വരെയൊക്കെ ലോണും കയറും. സുഖമായിട്ട് കയറും. അടുത്തത് മാരുതി സുസുക്കി സെലേറിയോ. ഈ ഒരു ഷേപ്പ് കുറച്ചും കൂടി മൈലേജ് കിട്ടുന്നൊരു ടൈപ്പാണ്. ഓക്കെ. അപ്പോൾ ഏതാ മോഡൽ ഇത്? 2021 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ. ZXi പ്ലസ് അല്ല? ഓക്കെ. ഏറ്റവും ടോപ്പിന്റെ വാഹനം. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. മൈലേജ് 18-20 റേഞ്ച് ഒക്കെ എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന വണ്ടി. 24 കമ്പനി പറയുന്നുണ്ട് കമ്പനി. പക്ഷേ 20 വരെയൊക്കെ എന്തായാലും കിട്ടുമായിരിക്കും. ഓക്കെ. ഇതിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വാഹനം. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് ഇത് 4,98 കൊടുക്കാം. 4,98,000 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്ന ZXi പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ സെലേറിയോ ആണ്. നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. പ്രൈസ് മാറ്റം ഉണ്ടാവും. എന്തായാലും ഇവരുടെ വാറണ്ടി അവൈലബിൾ ആയിരിക്കും. 2 ഇയർ വാറണ്ടി RSA ഒക്കെ അവൈലബിൾ ആയിരിക്കും അല്ലേ? ഓക്കെ. ലോൺ മാക്സിമം ലോൺ കൊടുക്കാം. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് അടുത്തത്. ഹ്യുണ്ടായി
ഓറ എന്ന് പറയുമ്പോൾ ഒരു സെഡാൻ കാറ്റഗറിയാണ്, നിയോസിന്റെ ഒരു സെഡാൻ കാറ്റഗറി അല്ലേ? നമുക്ക് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ ഒക്കെ നോക്കുന്നവർക്ക് ഡിസയർ, അമേസ് അങ്ങനത്തെ കാറ്റഗറി. ഏതാ മോഡല്? 2020 മോഡൽ ഫുൾ ഓപ്ഷൻ വേണ്ടി. ഓക്കെ, 20 ടോപ്പ് എൻഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാ? സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോ എത്ര പോയി? 63,000 കിലോമീറ്റർ ഓടിയ. 63,000. വേറെ ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നും. ഓക്കെ, ഇവരുടെ വാറണ്ടി കിട്ടും, വാറണ്ടി RS ഒക്കെ കിട്ടും, ഒരു ക്ലെയിമോ ഇല്ല. ഓടിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. പിന്നെ മൈലേജ് ഒരു 11-15 ആ റേഞ്ച്. ഓക്കെ, പിന്നെ പ്രൈസ് എങ്ങനെയത്? പ്രൈസ് നമുക്ക് 5,30 കൊടുക്കാം. 5,30,000 മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2020 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 5,30 ഒരു സെഡാൻ കാറ്റഗറി ഓറ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഹ്യുണ്ടായി ഓറ. അപ്പോൾ ഹ്യുണ്ടായുടെ 3ാമത്തെ മോഡലാണ് നമ്മളിത് കാണിച്ചത് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ മാക്സിമം ലോണും കയറും. മാക്സിമം ലോണും കയറും. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ വാഹനങ്ങൾ താല്പര്യമുണ്ട് നോക്കിക്കോ. പെട്ടെന്ന് നമ്മൾ നിർത്താണ്. ഇനിയും വണ്ടികളുണ്ട്, I10 ഉണ്ട്, ഗ്രാൻഡ് ഉണ്ട്, I20 ഉണ്ട്, അങ്ങനത്തെ വണ്ടികൾ. ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് വണ്ട്. ഏതാ മോഡൽ അത്? 2021 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര കൊടുക്കാം? 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര കൊടുക്കാതെ? അത് നമുക്ക് 5,75 കൊടുക്കാം. 5,75. ഓക്കെ, നല്ല നീറ്റ് വണ്ടി. ഓക്കെ, അപ്പോൾ ഫതിലിന് കല്യാണത്തിന് വന്ന് തിരക്കായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ നിർത്താണ്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ വണ്ടികളൊക്കെ നോക്കുന്ന നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒന്നും വിട്ടുവരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മുടെ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണികളാണ് നമ്മളെ ഇന്ധനം. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.